ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഉടുപ്പിയിലേക്കൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഉടുപ്പി ട്രിപ്പ് ഒരു 3 ഡേ ട്രിപ്പാണ്. 3 ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് ഏകദേശം ഒരു 400 കിലോമീറ്റർ വരുന്നുണ്ട്. ഒരു 8 മണിക്കൂറിന് മേലെ യാത്ര ചെയ്യാണ്ട്. ഞങ്ങളൊരു 5:30 ആകുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ട്രാവൽ ടൈം ഒക്കെ കൂടെ ഞങ്ങൾ ഉടുപ്പി എത്തിയപ്പോൾ ഏകദേശം ഒരു 5 മണിയായി കാണും. ഗട്ട് റോഡിൽ കുറച്ച് റോഡ് വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ആണ് ഇപ്പോൾ ഈ കണ്ടതൊക്കെ. ഗട്ട് റോഡ് കഴിയാറായപ്പോൾ അവിടെ കുറേ ഷോപ്സ് റോഡ് സൈഡിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സോഡ പിന്നെ ചോളമൊക്കെ കഴിക്കാൻ വാങ്ങാമെന്ന് വിചാരിച്ച് വണ്ടി നിർത്തി. അപ്പോൾ അവിടെ ഒരു കുട്ടിക്കൊരങ്ങൻ കുറുമ്പൊക്കെ കാണിച്ച് കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സോഡയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യണ നേരം ഞങ്ങൾ അതിൻ്റെ കുറുമ്പൊക്കെ ഒന്ന് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ കയറി. ഞങ്ങൾ നല്ല സൗത്ത് ഇന്ത്യൻ താലിയാണ് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ ഉഷാറായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതാ ഉടുപ്പി എത്തി. ബീച്ച് സൈഡിൽ തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. ഹോട്ടലിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഇതിൻ്റെ കൂടെ ആകുമ്പോൾ കുറച്ച് ലെങ്ത് കൂടി പോവും. അങ്ങനെ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ഇനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ബീച്ചിലേക്ക് പോകാനാണ് പ്ലാൻ. പിന്നെ റൂമിൻ്റെ ജനലിലൂടെയുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അങ്ങനെ റെഡിയായി. ഇനി ബീച്ചിലേക്ക് പോകണം. നമുക്ക് റോഡൊന്ന് ക്രോസ് ചെയ്യേ വേണ്ടുള്ളൂ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. നല്ലൊരു സൺസെറ്റ് വ്യൂ കാണാൻ പറ്റി. കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ക്യാമൽ റൈഡ് ഉണ്ട്. എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ബീച്ചിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇനി ബീച്ച് ആക്ടിവിറ്റീസ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ക്യാമൽ റൈഡ് ആയാലോ എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനും നല്ല തിരക്കുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നില്ല, നേരെ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങി. ഞങ്ങളിപ്പോൾ ഉള്ള ബീച്ചിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇതാണ് മാൽപേ ബീച്ച്. ഇവിടെ ഒട്ടുമിക്ക എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. ശരിക്കും ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇനി ഒരു ക്യാമൽ റൈഡ് ആവാം. ഇതാദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമൽ. നല്ല ഭംഗിയിൽ തന്നെ ഇതിന് ഒരുക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാനും മോനുമാണ് കയറാൻ പോണത്. ഈ സ്റ്റാൻഡ് മണലിലായ കാരണം കയറുമ്പോൾ ഇത് താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം ഇതിൻ്റെ പുറത്തങ്ങ് കയറി ഒട്ടക സവാരി തുടങ്ങി. ആദ്യമായിട്ട് ഒട്ടകപ്പുറത്ത് ഒരു യാത്ര. എന്തായാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. 100 രൂപയാണ് ഒരാൾക്ക് ക്യാമൽ റൈഡിന്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചു നേരം കൂടെ ബീച്ചിൽ തന്നെ സമയം ചിലവഴിച്ചു. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് അതൊക്കെ എന്താണെന്നൊക്കെ നോക്കി പോയേ ഉള്ളൂ. ഇവിടെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ക്ഷീണം തീർക്കാനായിട്ട് ആദ്യം ഇളനീരൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ ഇവിടെ അങ്ങനെ കുറേ നടന്നു കണ്ടു. ഡിന്നർ എവിടുന്ന് കഴിക്കണമെന്നൊക്കെ നോക്കി. പിന്നെ ഫ്രഷ് ആയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് തന്നെ പോയി. ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ നെമോസിലേക്കാണ് പോയത്. ഞങ്ങൾ സ്റ്റേ ചെയ്യണതിൻ്റെ അവിടെ നിന്ന് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫ്രഞ്ച് ഫ്രൈസ്, പനീർ, ചിക്കൻ ലോലിപോപ്പ്, പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ അക്വേറിയം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ ബാംഗ്ലൂർ ടു ഉടുപ്പി ഡേ 1 വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഉടുപ്പിയിലെ നെക്സ്റ്റ് ഡേ വ്ളോഗായിട്ട് കാണാം. ബൈ.